ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാലാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഒരു പാനിക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ പാല് പകുതിയായി കുറുക്കിയെടുക്കണം. എന്നിട്ട് കുറുക്കിയ പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ പാൽ നമുക്ക് കൈ വിടാതെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഇളക്കി കൊടുക്കുക. പക്ഷേ ഇത് തിളച്ച് പോകുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇത് പകുതിയായിട്ട് കുറുകിയിട്ട് കിട്ടാൻ. അപ്പോൾ അതാ പാല് ഏകദേശം പകുതിയായി കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണം. ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നന്നായി കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഇതിൽ നല്ലോണം മിക്സ് ആക്കിയിട്ട് അലിയിച്ചെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി അതവിടെ തണുക്കാൻ മാറ്റി വെക്കാം. എന്നിട്ടൊരു മിക്സിൻ്റെ ജാർക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇത് കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് മുന്നിക്ക് വരുന്നുള്ളൂ. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ച ആ പാലിൻ്റെ മിക്സ് ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ അളവൊക്കെ ഒന്ന് ഇതിൻ്റെ ഇരട്ടി കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിൽ മിക്സിയിൽ നന്നായി ഒന്ന് കറക്കി നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് മുഴുവൻ വേണ്ടി വരില്ല. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രം ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മളെ ഓയിലും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറുക്കി വെച്ച പാലിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഇനി നല്ല ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളത് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ്. അപ്പോൾ ആ ഉണ്ണിയപ്പ ചട്ടിയിൽ നമുക്ക് നന്നായി ഒന്ന് എണ്ണ തേച്ച് വെക്കാം. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഇനി ഓരോ കുഴിയിലും കൂട്ടൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിറയെ ഒഴിക്കരുത്. സോഡ പൊടിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് പൊങ്ങി വരും. അപ്പോൾ അധികം ചേർക്കാതെ ഒരു കുഴീൻ്റെ 3/4 ഭാഗത്തോളം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പാനിൽ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പഴയ ഫ്രൈ പാനോ ഒക്കെ വെച്ചിട്ടൊന്ന് നന്നായി ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഈ പാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെത് ഇവിടെ ഈ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാക്കിലും നല്ല കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ ഗ്യാസ് അടുപ്പിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ആ ഫ്രൈ പാൻ മാറ്റി വെച്ചിട്ടാണ്ട് ഞാൻ ഈ ഡയറക്റ്റ് ചേർത്ത് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ അതാ നമ്മുടെ കപ്പ് കേക്ക് ഇവിടെ അടിപൊളി പൊന്തി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇതാ നമ്മളത് നല്ല ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം.
ഗ്യാസ് അടുപ്പിൽ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് വേണം ഇതിൻ്റെ കുക്കിംഗ് സമയം. അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കുത്തി നോക്കിയിട്ട് ഉള്ളിൽ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് കൂടി വെച്ചാൽ മതി. എത്ര പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൈദപ്പൊടി എടുക്കുക. രണ്ടും കുഴപ്പമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വന്നിട്ടുണ്ട്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നമ്മൾ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കണം. കേക്കുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മുട്ടൊന്നും ചേർക്കാതെ റെഡിയാക്കിയ അടിപൊളി കേക്കാണ്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെക്കും അസ്സലാമു അലൈക്കും, ബൈ.